ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ നിയോജക മണ്ഡലത്തിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ 4 പേർ കസ്റ്റഡിയിലായി. വിവരമറിഞ്ഞ ഉടൻ തന്നെ ഇടപെടൽ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ പിടികൂടുകയായിരുന്നു. വീട്ടുമുറ്റത്തേക്ക് അനുവാദമില്ലാതെ പ്രവേശിച്ചതിനാലാണ് 4 പേരെയും അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ സ്ഥലത്ത് അതിക്രമിച്ചു കടന്നതിന് ഇവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഋഷിയെ പരാമർശിച്ച് മുദ്രാവാക്യങ്ങൾ എഴുതിയ ഷർട്ട് ധരിച്ചെത്തിയ ഒരു യുവാവ് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. യൂത്ത് ഡിമാൻഡ് എന്ന ഒരു സംഘം വീഡിയോയിലൂടെ ഋഷിയുടെ വീട്ടിലെ കുളം ഒരു യുവാവ് അശുദ്ധമാക്കുന്നതും പുറത്തുവിട്ടിട്ടുണ്ട്. ഋഷിയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഒരാഴ്ചയിൽ അല്പം മാത്രം ബാക്കി നിൽക്കവെയാണ് ഈ സംഭവവികാസങ്ങൾ അരങ്ങേറുന്നത്. ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കണമെന്നും 2021 മുതൽ ഇതുവരെ നൽകിയ എല്ലാ ഓയിൽ, ഗ്യാസ് ലൈസൻസുകളും റദ്ദ് ചെയ്യണമെന്നുമാണ് യൂത്ത് ഡിമാൻഡിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ വസതിയിൽ നിന്നും 4 പേരെ അറസ്റ്റ് ചെയ്തതായി നോർത്ത് യോർക്ക്ഷയർ പോലീസ് ഔദ്യോഗിക കുറിപ്പിറക്കുകയായിരുന്നു. ലണ്ടനിൽ നിന്നുള്ള ഒരു 52-കാരൻ, ബോൾട്ടണിൽ നിന്നുള്ള ഒരു 43-കാരൻ, മാഞ്ചസ്റ്ററിൽ നിന്നുള്ള 21-കാരൻ, ചിപ്പസ്റ്ററിൽ നിന്നുള്ള 20-കാരൻ എന്നിവരാണ് അറസ്റ്റിലായതെന്നും കുറിപ്പിൽ പറയുന്നു. ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് കുറിപ്പിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ സമ്മറിൽ ഋഷി സുനക് കുടുംബസമേതം കാലിഫോർണിയയിൽ ഒഴിവുകാലം ആസ്വദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂരയിൽ വരെ പ്രതിഷേധക്കാർ കയറിയ സംഭവവും ഉണ്ടായിരുന്നു. പുതിയ എണ്ണക്കരാറുകൾ വേണ്ട എന്ന ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. അതേസമയം ബ്രിട്ടനിൽ പാർലമെന്റ് പിരിച്ചുവിടാൻ രാജാവിന്റെ അനുമതി ലഭിച്ചതോടെ ജൂലൈ 4-ന് തിരഞ്ഞെടുപ്പ് നടക്കും. 8 മാസം കാലാവധി ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുന്നത്. 1945 ശേഷം ആദ്യമായാണ് ബ്രിട്ടനിൽ ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ഇന്ത്യൻ വംശജനായ സുനക് 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. അഭിപ്രായ സർവേകളിൽ ഇന്ത്യൻ വംശജൻ കൂടിയായ ഋഷി സുനക്കിന്റെ പാർട്ടി പിന്നിലാണ്. ഋഷി സുനക് സർക്കാരിന് 2025 ജനുവരി വരെ കാലാവധിയുണ്ട്. പാർട്ടിക്കുള്ളിലും ഋഷിക്ക് എതിർപ്പ് ശക്തമാണ്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം ഋഷിയുടെ ഭാവി രാഷ്ട്രീയത്തെയും ബാധിക്കും. അഭിപ്രായ സർവേകളിൽ പ്രതിപക്ഷമായ ലേബർ പാർട്ടിക്ക് നിലവിൽ വ്യക്തമായ മേൽക്കൈയുണ്ട്. സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ലേബർ പാർട്ടി നേതാവ് സ്റ്റാർമർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മാറ്റം ഉറപ്പാണെന്നും സ്റ്റാർമർ പ്രതികരിച്ചു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്താണ് അധികാരത്തിലുണ്ടായിരുന്നതെന്നും സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ തനിക്ക് കഴിഞ്ഞതെന്നും സുനക് പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഡൌണിംഗ് സ്ട്രീറ്റിന് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഋഷി സുനക് പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരുന്നത്. കോവിഡ് പാൻഡമിക്, ഫർലോ സ്കീം, യുക്രൈനിലെ യുദ്ധം എന്നിവയെക്കുറിച്ച് പരാമർശിച്ച ശേഷം നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്ന ചോദ്യമാണ് ഋഷി സുനക് പ്രധാനമായും പൊതുജനങ്ങളോട് ഉന്നയിച്ചത്. NHS, വിദ്യാഭ്യാസ മേഖല എന്നിവയിലുൾപ്പെടെ കൺസർവേറ്റീവ് സർക്കാർ നടപ്പിലാക്കിയ നേട്ടങ്ങളിൽ അഭിമാനമുണ്ടെന്ന് ഋഷി സുനക് പറയുകയും ചെയ്തു. മെയ് 3-ന് നടന്ന പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവാണ് പ്രതിപക്ഷമായ ലേബർ പാർട്ടി നടത്തിയിരുന്നത്. ഭരണപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി കൗൺസിലർമാരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. 2-ാം സ്ഥാനത്തെത്തിയത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. കഴിഞ്ഞ 14 വർഷമായി ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണമാണ്. ഇന്ത്യൻ വംശജനായ സുനക് പാർട്ടിയിലെ നേതൃമാറ്റത്തെ തുടർന്ന് 2 വർഷം മുമ്പാണ് പ്രധാനമന്ത്രിയായത്. 5 വർഷത്തെ ഇടവേളയിലാണ് പൊതുതെരഞ്ഞെടുപ്പ് നടക്കാറുള്ളതെങ്കിലും ആ സമയപരിധിക്ക് മുൻപായി പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ബ്രിട്ടനിൽ അവസാനം പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് 2019 ഡിസംബറിലാണ്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഋഷി സുനക് എടുത്തിരുന്നു. കുടിയേറ്റ നിയന്ത്രണത്തിനായിരുന്നു ഇതെല്ലാം. ഇത് കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് UK-യിൽ ജോലി സാധ്യത കുറഞ്ഞിരുന്നു. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബ്രിട്ടനിൽ ചർച്ചയാവുകയും വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ടാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.